ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വാഷിങ്ടൺ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് നമ്മൾ ദൈവം അനുഗ്രഹിച്ച ഒണ്ടാറിയോയിലെത്തും, നമ്മളെ യാടെത്തും. നമ്മളിപ്പോ എവിടെയാ ദേവസേച്ചാ? അപ്പൊ നമ്മള് വണ്ടി ഓടിച്ച് നിർത്തിയത് സൗത്ത് ഡക്കോട്ടയിലായിരുന്നല്ലോ അല്ലേ? സൗത്ത് ഡക്കോട്ടയിലായിരുന്നു. സൗത്ത് ഡക്കോട്ട കഴിഞ്ഞു, പിന്നെ മിനിസോട്ട കയറി, അവിടുന്ന് വിസ്കോൺസിൻ കയറി, അങ്ങനെ ഇല്ലിനോയ്സ് കയറി. ചേടാ, ഇനി നമുക്ക് പോകാനുള്ളത് പതിവ് പോലെ ഇല്ലിനോയ്സിന് ഇന്ത്യാനെ കയറുന്നു, മിഷിഗണിൽ കയറുന്നു, നേരെ ഒണ്ടാറിയോ. ഇന്നലെ നമ്മൾ വണ്ടി ഓടിച്ച് നിർത്തുമ്പോണ്ടായിരുന്ന ആ ഒരു മഴയുണ്ടല്ലോ, അത് ഇടതടവിട്ട് ഇങ്ങനെ ദേവസ്യാച്ചനും കിട്ടുന്നുണ്ടായിരുന്നെന്നാ പറഞ്ഞ മഴ. ദേവസ്യാച്ചൻ ഇന്നലെ ഒരു പ്രതിഭാസം ഉണ്ടായി. ഞാൻ ഇങ്ങനെ സൗത്ത് ഡക്കോട്ടയുടെ വണ്ടി ഓടിക്കുമ്പോ ആകാശത്ത് ഡി ജെ. നിങ്ങൾ വിശ്വസിക്കില്ലേ, നമ്മള് സാധാരണ ഇടി വെട്ടണ എങ്ങനെയാ? ഒന്ന് ഇടിയങ്ങ് വെട്ടും, ഇനിയിപ്പോ എത്ര ഫ്രീക്വന്റ് ആയിട്ട് വന്ന ഒരു 2 മിനിറ്റ് കഴിയുമ്പോ വീണ്ടും അടുത്ത ഇടി വെട്ടും. ഇതങ്ങനല്ലേ, ഇത് സീരിയൽ പോലെ വിട്ടേക്കണ പോലെ കച്ച 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 കച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3-4-5 മണിക്കൂർ. പിന്നെ നല്ല മഴ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇതൊന്ന് നിന്നത്. ഏരിയ കൂടുതൽ കാണുന്നോണ്ട് എല്ലാം അല്ല, ഞാൻ വീഡിയോ എടുത്തത് ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ലാത്ത സാധനം ഇത്. അതുകൊണ്ട് വീഡിയോ ഉണ്ട് സാധനം, നോക്കിക്കോണം. മനസ്സിലായോ? കച്ച കച്ച കച്ചാന്ന് പറഞ്ഞോണ്ട് ലൈറ്റ് ഇട്ടേക്കുന്നത്. ഇതിപ്പോ ഒരു സ്പോട്ടിൽ ക്യാമറ വെച്ചേക്കണ, പക്ഷെ നമ്മളിങ്ങ് നോക്കുമ്പോ നമ്മുടെ ക്യാൻവാസ് വലുതായോണ്ട് നേരത്തെ ഒരു ചക്രവാളം മുഴുവൻ ഇതുപോലെ ഡി ജെ ലൈറ്റാ. ഒരു ഐഡിയ കിട്ടില്ല ഇത് എന്നാ സംഭവിക്കണേന്ന്. ബ്രോ നമ്മളോട് ലിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രോ നമ്മളോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ, ഒരു കാര്യം, നമ്മുടെ നാട്ടിലാണോ അതോ അവിടെയാണോ വണ്ടി ഓടിക്കാൻ സുഖം? നേരെയുള്ള വഴി റോഡ് ഓടിക്കുമ്പോൾ ഉറക്കം വരൂലേ, അതോ നമ്മുടെ നാട്ടിലെ വളവും തിരിവും അതാണോ നല്ലത്? രണ്ടിൻ്റെതായ സുഖം എന്ന് പറഞ്ഞു. സത്യം, രണ്ടിൻ്റെതായ അല്ലേ? അപ്പം നാട്ടിലാണോ ഇവിടെയാണോ വണ്ടി ഓടിക്കാൻ രസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്യാച്ചൻ എന്ത് പറയും? വണ്ടിയുടെ ടെക്നിക്കൽ വശം മാത്രം നോക്കി കഴിഞ്ഞാൽ. അല്ല, അത് ഓടിക്കുന്നവരുടെ ഇത്. ഇപ്പം നമ്മളിപ്പോൾ ചിലർക്ക് പഴയ വണ്ടി, ഗിയർ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആ ഒരു പഴയന് ഓടിക്കുന്നതിന് ഒരു താല്പര്യമുണ്ട്. അത് 100%. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ബാക്കിൽ സ്ലീപ്പറൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞാലും ഇപ്പം ഒരുമാതിരിപ്പെട്ട നമ്മളെപ്പോലെ സ്വന്തം വണ്ടി അല്ലാത്തവരുടെ വണ്ടികളെല്ലാം മിക്കതും ഓട്ടോമാറ്റിക്കാണ്. കാരണം കമ്പനി എല്ലാം ഓട്ടോമാറ്റിക്കാണ് മേടിക്കുന്നത്. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഇതിന് കൂടുതൽ. അതെ, അപ്പം ഓടിക്കുന്നവരുടെ പ്ലഷർ അത് 100%. നമുക്ക് ഇപ്പോഴും നാട്ടിലെ AC ലോറിയൊക്കെ ഒന്ന് ഓടിക്കുന്ന, വണ്ടി ലോറി കയറി ഓടിക്കുന്നതൊക്കെ നമ്മുടെ ഇത് ഓട്ടോമാറ്റിക് അല്ലേ? മുമ്പ് ഞാൻ ഗിയർ വണ്ടി ഓടിച്ചപ്പോ എനിക്കിഷ്ടം ഗിയർ വണ്ടി ഓടിക്കും. ഗിയർ വണ്ടിക്ക് അതിന്റെ നമ്മുടെ ഒരു എന്താ പറയാ, ആദ്യം ഒരു കുറച്ച് ഇതാണ്. ഇവിടുത്തെ ഒരു 13ഉം 12ഉം ഒക്കെ ഗിയറുള്ള വണ്ടികളാണ്. പിന്നെ ആകെ കൂടി വ്യത്യാസം പറയാനാണ് റോഡുകൾ. കിടിലൻ റോഡുകളാ, ഒന്നും നോക്കാനില്ല. നമുക്ക് മുമ്പിൽ എവിടെയെങ്കിലും ഹമ്പ് വരുന്നോ, എവിടെയെങ്കിലും കുഴി ഉണ്ടാവുന്നോ, വെള്ളക്കെട്ടുണ്ടാവുന്നോ, അല്ല ഉണ്ടെങ്കിൽ അത് ഒരു മൈല് അല്ല 2 മൈലിന് മുമ്പേ നോട്ടിഫിക്കേഷൻ കാണും. അബദ്ധത്തിൽ നേരെ ചെന്ന് ചാടുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല, ധൈര്യമായിട്ട് പോവാം. അപ്പം പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈയിടെ ഞാൻ ഒരു റീല് കണ്ടപ്പോഴേ, യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രക്കുകൾ 80 കിലോമീറ്റർ പെർ അവറിൽ ലോക്കാ. അല്ല, കിലോമീറ്ററിൽ. പക്ഷെ നമുക്കിവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും മിനിമം 105 മിനിമം സ്പീഡാ എല്ലാ ട്രക്കുകൾക്കും. ഇപ്പൊ നമ്മുടെ വണ്ടിയൊക്കെ 105 ലോക്ക്ഡ് ആണെങ്കിൽ ബാക്കി മിക്ക വണ്ടികൾക്കും 120 മുകളിൽ വരെ ലോഡും വെച്ചോണ്ട് ഓടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അല്ലെ, അങ്ങനെയാ പലരും വണ്ടി ഓടിക്കുന്നത്. അപ്പൊ അതൊക്കെ വണ്ടി ഓടിക്കുന്നതിൽ ഒരു ത്രില്ലാണ്. എനിക്കൊന്ന് അവിടെ ഈ വണ്ടിയുടെ എഞ്ചിൻ ഇങ്ങനെ ഉള്ളിലല്ലേ? അതെ, ക്യാബോർ അതിന്റെ അവിടെ വെച്ചായിരിക്കും അവർ സ്പീഡിലൊക്കെ ലിമിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ റോഡും ഇപ്പം നമ്മളിവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നോർത്ത് അമേരിക്ക മുഴുവൻ ഇങ്ങനെ റോഡ് ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. മറ്റേത് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് അത്രയും സ്പീഡിൽ ചെല്ലുന്നതിന് അടുത്ത രാജ്യമായി ഇങ്ങനെ ആ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു പ്രൊവിൻസിന്റെ വലിപ്പം പോലും അവിടുത്തെ യൂറോപ്പിലെ പ്രൊവിൻസോ, നമ്മുടെ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ അത് യൂറോപ്പായി. അതെ, അത്രേ ഉള്ളൂ, ഒരു പ്രൊവിൻസിന്റെ വലിപ്പമേ ഉള്ളൂ. അതെ, നമ്മുടെ ഇവിടുത്തെ ഒരു പ്രൊവിൻസിന്റെ വലിപ്പം ടോട്ടൽ യൂറോപ്പിന് വരുള്ളൂ.
എനിക്കൊന്ന് ഇവിടുത്തെ സെയിം സാഹചര്യം ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയ നമുക്കും സെയിം കാറ്റഗറിയാ, വലിയ കൺട്രി ആണല്ലോ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏതാ ഡ്രൈവിങ്ങിന്റെ ത്രില്ല്, സ്പീഡ്, പിന്നെ ഇത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണേൽ പറയാം. പക്ഷെ എന്നാലും അങ്ങനെ ഉറക്കം വരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ളവന് അങ്ങനെ ഉറക്കം വരാൻ സാധ്യതയുണ്ടോ? ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആ ഷിഫ്റ്റുമായിട്ട് ജോയിൻ ഒരു ഇതാകാൻ വേണ്ടി ചിലതിനെ ഓടിക്കുമ്പം ഈ ഓരോ ആഴ്ചകളിൽ ഓരോരുത്തർ വണ്ടി എടുക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഉറക്കമൊക്കെ ചെയ്യും. അതെ 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 ശരിയാ. ഒരു പാറ്റേൺ ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്നവര് ഇപ്പം എന്നാ പറയുന്നത്, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നമ്മള് റെഗുലർ ആയിട്ട് നമുക്കൊരു പാറ്റേൺ ഉണ്ട്, 3 to 3 എന്ന് പറഞ്ഞുകൊണ്ടൊരു പാറ്റേൺ. അപ്പൊ ആ ഒരു നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിളും എണീറ്റിരിക്കുന്ന സൈക്കിളും എല്ലാം നമ്മൾ ഓക്കെ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉറക്കം വരികയല്ല. പിന്നെ നമ്മള് ഏകാന്തനായിരിക്കാൻ നമ്മൾ ട്രെയിൻഡായി. നമ്മള് നമ്മുടെ മനസ്സിൽ കൂടെ പല പല ലോകങ്ങളിൽ കൂടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് പല പ്ലാനിങ്ങുകളും ചെയ്തോണ്ടാണ് നമ്മള് വണ്ടി ഓടിക്കുന്നത്. അപ്പം അങ്ങനെ ഉറക്കത്തിന്റെ വിഷയം നമ്മളെ സംബന്ധിച്ച് വരുന്നില്ല. എന്നാ അങ്ങനെ വരുന്നവരും ഉണ്ടായിരിക്കാം കേട്ടോ. പിന്നെ നാട്ടില് ഒരു ഗുണം എന്ന് പറയട്ടെ, നമ്മളിപ്പോ എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇതുപോലെ ബോറടിച്ചും ക്ഷീണിച്ചും ഒക്കെ വണ്ടി ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എവിടെ നിന്നേലും ഒരു കപ്പ ബിരിയാണിയോ അല്ല വൈകിട്ട് നിർത്തി ഒരു വടയും ചായം കഴിക്കാൻ വേണ്ടിട്ടോ ഒരു പഴംപൊരിയോ അല്ല ഒരു സുഖീനോ ഒക്കെ മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ നമുക്ക് അങ്ങ് ചില സമയത്ത് ക്രേവിങ് കയറും. അപ്പൊ നമുക്ക് ആകെ കൂടി മേടിക്കാൻ പറ്റണ തന്നെ എവിടെയെങ്കിലും നിർത്തി ഒരു സ്പ്രൈറ്റ് മേടിച്ച് അതിൻ്റെ അകത്ത് ഒരു നാരങ്ങ പിഴിഞ്ഞു കഴിച്ചാൽ നാരങ്ങ വെള്ളമായി. അല്ല ഒരു ബർഗർ മേടിച്ച് എവിടെ ചെന്നാലും ഉള്ള ഒരു ബർഗർ അല്ലെങ്കിൽ വിങ്സ്, അങ്ങനെ വളരെ ലിമിറ്റഡ് ആണ് അങ്ങനത്തെ ഓപ്ഷനൊക്കെ. അതൊക്കെ നമ്മളിങ്ങനെ ചില സിനിമയൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ലേലത്തിലെ മറ്റേ ഇവിടെ സുരേഷ് ഗോപിയുടെ കാര്യമൊക്കെ ഓർക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നാട്ടിൽ വണ്ടി ഓടിക്കുന്നവർക്ക് എന്ത് സുഖാ. ഏതെങ്കിലും ഒരു ക്ഷീണം തോന്നുമ്പോഴത്തേക്കും വണ്ടി സൈഡിൽ ഒതുക്കിയാൽ കപ്പ ഇറച്ചിയോ ആയിക്കോട്ടെ ഇറച്ചിങ്ങ അല്ലേ. പൈ പോരാട്ടോ വെച്ചോ, അവൻ നിർത്തി തന്നു. പണി തന്നു എന്ന് തോന്നുന്നു. ഇത് പണി തന്നു. Did you wait too long? Tell him that you love him but he's already gone. ഭയങ്കര ബ്ലോക്ക് ആയി കിടക്കുവായിരുന്നു. നമ്മളിങ്ങോട്ട് തിരിച്ചില്ലേ, ഇങ്ങനെ തിരിയുന്നില്ലേ, നമ്മുടെ വണ്ടി കൂടെ ചക്കായി കിടക്കുക. ഫ്രീയാണെങ്കിൽ ചിലപ്പോൾ നന്നായിരിക്കും. എല്ലാം നല്ലതിന് നമുക്കൊരു കണ്ടന്റ്. അതെ, ഹൈവേ കൂടെ പോയാൽ നമുക്ക് എന്ത് കണ്ടന്റ്. സംഭവം വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോയപ്പോഴും ഇവിടെ ഈ ചിക്കാഗോ ഏരിയ ഭയങ്കര കൺസ്ട്രക്ഷൻ. അപ്പം നമ്മൾ സ്ഥിരം വരുന്ന റോഡല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര ലൈൻ ഉണ്ടെന്നൊന്നും പ്രോപ്പറായിട്ട് അറിയത്തില്ല. കൺസ്ട്രക്ഷൻ ലൈൻ മാറ്റിയിട്ടേക്കുന്നു. അപ്പൊ അതുകൊണ്ട് GPS അപ്ഡേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, കാരണം ഈ ചില ലൈൻ ക്ലോഷേഴ്സ് ആയിരിക്കും അങ്ങനെ. ഞങ്ങളിങ്ങനെ തിരിച്ച് ഹൈവേ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഒരു എക്സിറ്റ് മിസ്സായി പോയായിരുന്നു. അപ്പം നമ്മുടെ ഒരു കിടിലൻ ചെറിയ ചില കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലം. പണ്ട് ഞാനിങ്ങനെ ഇതെടുത്ത് ഇത് എഴുതി വെക്കും പിന്നീട് എപ്പോഴും പ്രയോഗിക്കാൻ വേണ്ടി. അതായത് അവിടെ നമുക്ക് ബ്ലോക്ക് ആണെങ്കിലും ഉണ്ടല്ലോ, നമുക്കപ്പോൾ ഇത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കണ്ടുപോയിച്ചതാണല്ലോ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കുമോ? ഇന്നപോലെ എഴുതി ഞാൻ പേപ്പർ എഴുതി വെക്കും. അന്നേരം ഏകദേശം ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതേ. പണ്ടിങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു കാർഡ്ബോർഡിന്റെ ഒരു ഇതല് ആ പേപ്പറിൽ ഇങ്ങനെ ഉണ്ട്. നമ്മൾ ഈ കാർഡ്ബോർഡ് ഇവിടെയല്ല ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കും, നമുക്ക് പരിചയമുള്ള ഏരിയ. അത് ശരി, ഒരു ഡയറി പോലെ അല്ലേ? ഡയറി അല്ല, പിന്നെ പേപ്പറല്ലേ നമ്മൾ ഈ ഇതില്ലേ ആ പേപ്പർ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിട്ട് ഇല്ലിനോയ്സ് പാടുന്നത്. പണ്ട് അങ്ങനെയായിരുന്നു, പ്രസ്ഥാനങ്ങളുടെ നമ്പര്, ഗേറ്റിന്റെ നമ്പറുകള്. അല്ല ഇപ്പൊ നമ്മളെ പാലായിക്കൂടെയും കോട്ടയത്തൂടെയൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെ സത്യം നല്ല റോഡുള്ള കോട്ടയം. അതെ, അല്ല റോഡൊക്കെ കോട്ടയത്ത് നല്ല ഉണ്ട്. ശരിയാട്ടോ, നല്ലതൊക്കെ ആയി. In 700 meters, take the ramp on the right toward I-294 toll south. അപ്പൊ കണ്ടില്ലേ അവിടെ എക്സിറ്റ് വരിക നന്നായി. I got my head in the clouds so high, feet on the ground but I still get by. Rules were made for someone else to try, not me. അങ്ങനെ നമ്മൾ തിരിച്ച് ഹൈവേ കയറുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും ബോറിംഗ് ഹൈവേ. Take your time, but I was born running every stop sign. Sky is the limit.
സാറേ നമ്മൾ റൂട്ടിൽ തിരിച്ചു കയറിയ സ്ഥിതിക്ക് മറ്റൊരു ചോദ്യം കൂടെ നമുക്ക് അഡ്രസ്സ് ചെയ്തേക്കാം. രോഹിത് വി എന്ന് പറയുന്ന ഒരു ബ്രോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വാഷിങ്ടണ് പോയപ്പോഴത്തേക്കും ആ ഒരു കോണ്ടാക്സിലാണ് പുള്ളി ചോദിക്കുന്നതായി. ഇത് കാനഡയുടെ നേരെ താഴെയല്ലേ ബ്രോ? ഇറ്റ്സ് ജസ്റ്റ് ബിലോ കാനഡ ആസ് പെർ മാപ്പ്. സോ ഈസ് ഇറ്റ് ബെനിഫിഷ്യൽ ടു ട്രാവൽ മേജർ പോർഷൻ ത്രൂ US? ഇപ്പം നമ്മളിപ്പോൾ പോയ വാഷിങ്ടൺ ശരിക്കും പറഞ്ഞാൽ കാനഡയുടെ ബ്രിട്ടീഷ് കൊളംബിയയുടെയൊക്കെ ബോർഡർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മേജർ പോർഷൻ നമ്മുടെ കാനഡയുടെ ഭാഗമായ സസ്കച്ചവാൻ, മാനിറ്റോബ റൂട്ടിൽ കൂടെ പോയി അങ്ങ് ആൽബർട്ടയൊക്കെ കയറി കാനഡയിൽ കൂടെ തന്നെ ട്രാവൽ ചെയ്ത് അവിടെ അങ്ങ് കയറുന്നതിലും പകരം നമ്മൾ ഈ ഫുള്ള് US കൂടെ തന്നെ ട്രാവൽ ചെയ്യുന്നതാണോ ലാഭം എന്നാണ് ബ്രോ ചോദിച്ചേക്കുന്നത്. അത് നമ്മൾ ടൊറോണ്ടോയിൽ നിന്നായതുകൊണ്ട് നമുക്ക് ലാഭം US കൂടെ നേരെ ഇങ്ങ് വരുന്നതാണല്ലോ. മറ്റേതല്ലെങ്കിൽ നമ്മൾ ഒന്റാരിയോ പിന്നെയും നോർത്തിൽ പോയി പിന്നെയും സൗത്തിലോട്ട് ഇറങ്ങി വരും. അതെ, അപ്പൊ ഡിസ്റ്റൻസ് കൂടുതലാണ്. പിന്നെ അങ്ങോട്ട് കയറ്റമൊക്കെ കൂടുതലല്ലേ? കൂടുതൽ മലനിരകളാണ്, റോക്കി മൗണ്ടൻസ് എന്ന് പറയുന്നത്. സിംഗിൾ റോഡുകൾ വരും. ആൽബർട്ട, ബ്രിട്ടീഷ് കൊളംബിയ, പിന്നെ ഇത്രയും വലിയ റോഡല്ല ആ മലമ്പ്രദേശങ്ങളിൽ കൂടെ പോകുമ്പോഴത്തേക്കും. അപ്പൊ കാരണം കാനഡയിൽ കൂടെ ഓടുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ് കാനഡ ഹൈവേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഹൈവേ, പിന്നെ വേറൊരു ഹൈവേയും കൂടെ ഉള്ളത്. പിന്നെ ഫ്യൂൽ പ്രൈസ് കൂടുതലാണ്, പിന്നെ ഫെസിലിറ്റീസും കൂടുതലതെ. ഡ്രൈവേഴ്സിന് വേണ്ട കൂടുതൽ ട്രക്ക് സ്റ്റോപ്സും എല്ലാ കാര്യങ്ങളും ഒക്കെ യൂസിന്റെ അകത്താണ് കൂടുതൽ. മറ്റേത് കുറെ മെയിൻ ആയിട്ട് ഒന്റാരിയോയിലൊക്കെ മെയിൻ പോർഷനിലൊക്കെ ആണ്, ബാക്കിയൊക്കെ. പിന്നെ ആ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു കോൺസെപ്റ്റേ അല്ല ഇവിടെ കാനഡ ആൻഡ് USA എന്ന് പറഞ്ഞാൽ ഒരുമാതിരി നിങ്ങൾ ട്രാവൽ ചെയ്ത പോലെ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ ഇരിക്കും. നമുക്കിത് രണ്ട് രാജ്യങ്ങളാണെന്ന് മനസ്സിലാവുകയില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ എവിടുത്തെ ലൈസൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എവിടെ വേണേലും വണ്ടി ഓടിക്കാം. അതുപോലെ ഒരുമാതിരിപ്പെടി ഇപ്പം ഗൺസ്, തോക്ക് കൈ പിടിക്കാനുള്ള നിയമം ഇല്ലെന്നുള്ളതല്ലാതെ കാനഡയിൽ വേറെ വലിയ വ്യത്യാസങ്ങൾ ഇപ്പൊ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാം സെയിമാണ്. Yeah, can't move flexing cause they know I got the sauce. Got the presents on me, I can't ever take it off. That's why I came country boys. ഞങ്ങൾ തന്നെ ഇലിനോയിലെ ഗ്യാരി എന്ന് പറയുന്ന ഒരു, ഇലിനോയല്ല ഇന്ത്യാനയിലല്ല ഗ്യാരി, ഇന്ത്യാനയിലെ ഗ്യാരി എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി ഷിഫ്റ്റ് മാറാൻ വേണ്ടി നടക്കുക. കുറേ നാളായി ഗ്യാരി നിർത്തിയിട്ട്. സാധാരണ നമ്മൾ അപ്പുറത്തേക്ക് മിഷിഗൺ സിറ്റി പോകില്ലേ? Country boy stepping, yeah, I'm country boy stepping. Yeah, they can't get like me, rockin' boots and white tee. Designer on my cuff, name something like a mobile. Country boy stepping, yeah, I'm country boy stepping. Country boy stepping, yeah, I'm country boy stepping. Hardest out the ranch, I just told you that I'm about it. I might take offense if you tell me that you doubt it. It's just what it is, yeah, I'm known to make it rowdy. Then I'm for the fit, and I drive a wide body. Continue on I-80. കൺസ്ട്രക്ഷൻ്റെ ബഹളം എന്ന് പല വീഡിയോകളിലായി പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മളെ യാത്രേനെക്കുറിച്ച് പറയണമല്ലോ. നല്ലൊരു ഇപ്പോൾ മഴയുണ്ടെന്നുണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരു, കാരണം എന്താ വെച്ചാൽ വിഷ്വൽസിനൊക്കെ കണ്ടോ നല്ല കിടിലം ക്ലാരിറ്റി ആയിട്ടാണ് വരുന്നത്. ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമുക്ക് നല്ല വെതറല്ലേ കിട്ടിയിരുന്നത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലേ? അതുപോലെ ഇന്നിപ്പോൾ വീടെത്തിയിട്ട് നാളെ കഴിഞ്ഞും അത് കഴിഞ്ഞും 3 ദിവസം നമുക്ക് അവധി കേട്ടോ. ഒരു കിടിലം പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. സർപ്രൈസ് എപ്പോഴാണ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോഴേ പൊട്ടിക്കുന്നില്ല. എന്തായാലും അതൊരു അടിപൊളി പരിപാടിയായിരിക്കും. അത് കാരണം ഇപ്പോൾ വീട്ടിൽ ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങ് എക്സൈറ്റഡാണ്. അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനും സെറ്റാക്കാനും ഒക്കെ വേണ്ടിയിട്ട്. മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാട്ടോ. ഒയ്യോ, ഒടുക്കത്തെ മഴ. എനിക്കോണം ഇന്നും നാളെ നല്ല മഴയാണ്. പക്ഷെ നാളെ കഴിഞ്ഞും അത് കഴിഞ്ഞൊക്കെ പിന്നെ നല്ല ഒരു വെതറാണ് കാണുന്നത്. ഇനി മഴ നല്ലതാണ്. ഐ ലൈക്ക് മഴ. നല്ല മഴ പാട്ടൊക്കെ കേട്ട് വണ്ടി ഓടിക്കാൻ എന്നെ രസമാണെന്നറിയാമോ.
ശരിക്കും സത്യം പറയട്ടെ, നമ്മുടെ ദേവസ്യാസം കിടന്ന് ഉറങ്ങുവാണേ. എന്നാ രസമാണ് ഈ ഒരു മഴയുള്ള സമയത്ത് ട്രക്കിൽ കിടന്ന് ഉറങ്ങാനെന്നറിയാമോ. അതായത് നമ്മുടെ വണ്ടിയുടെ ഈ ക്യാബിൻ്റെ ചുറ്റും ഈ മഴ തുള്ളി വീഴുന്നതിൻ്റെ ചെറിയ ഒച്ചയുണ്ടാകും, ടക്ക് 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 ടക്കേന്ന്. അപ്പം നല്ല ഇരുട്ടത്ത് AC ഒക്കെ ഇട്ട് ഒരു ചെറിയ പാട്ടൊക്കെ വെച്ച് നമ്മുടെ സ്ലീപ്പറിൽ കിടന്നുറങ്ങാൻ നല്ല രസമാണ്. അപ്പം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ഫീലാണ് മഴയുള്ള സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ജനലും ഇവിടുത്തെ ഒരു സെറ്റപ്പിലല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ള് ക്ലോസ്ഡ് ആണല്ലോ ഹൗസേ, അൺലെസ് നമ്മൾ വിൻഡോ തുറന്നിട്ടാണ്. പക്ഷേ നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് ജനലുകൾ തുറന്നിട്ടുണ്ടാവും എല്ലാം. എന്നിട്ട് നമ്മുടെ മുകളിലത്തെ വെന്റിലേഷനിൽ കൂടെയൊക്കെ ഓപ്പൺ എയർ ആയതുകൊണ്ട് പുറത്ത് മഴ പെയ്യുന്ന ഒച്ച കേൾക്കാമല്ലോ. അതേ ഫീലാണ് നമുക്ക് ട്രക്കിൽ കിടന്ന് ഉറങ്ങുമ്പോൾ മഴ പെയ്യുമ്പോൾ. നല്ല രസമാണ്. നമ്മുടെ മുമ്പിൽ പോണ ഈ പിക്കപ്പുകാരനുണ്ടല്ലോ, തത്താവിത്ത കളിയായിട്ട് കുറേ നേരം അവൻ്റെ ഡ്രഗ്സാന്ന് തോന്നുന്നു കേട്ടോ. കൂമ്പിത്തെറ്റി കളിക്കലും വേറെ ഏതാണ്ടൊക്കെ പരിപാടി അതിൻ്റെ അകത്ത് നടപ്പുണ്ട്. കണ്ണാടിക്കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചാകാനുള്ള പുറപ്പാട് നല്ല ഡ്രഗ്സാന്ന് തോന്നുന്നു, ഇൻടോക്സിക്കേഷൻ. ഇന്ന് 2-3 പേര് നമ്മുടെ മുമ്പിൽ ഇതുപോലെ വട്ടം ചാടി. അങ്ങനെ സമയം 8:40 ആകുമ്പോഴത്തേക്കും നമ്മൾ തണ്ട കേപ്പാക്കിലെ നമ്മുടെ ഫേവറേറ്റ് ലൗസിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് 50 കിലോമീറ്ററും കൂടെ ഉണ്ട് ബോർഡറിലേക്ക് കേട്ടോ. നമുക്ക് ഈ കേപ്പാക്കിൽ നിന്ന് ഒരു കാപ്പിയൊക്കെ എടുത്ത് എന്തെങ്കിലും ഒരു സ്നാക്സ് മേടിച്ച് കഴിച്ചിട്ട് അങ്ങ് പോവാം. അല്ലാന്നുണ്ടെങ്കിലേ ഇനിയിപ്പോൾ എപ്പോഴാണ് വീടെത്തുകയെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ടൊറൻറ്റോയിലൊക്കെ ട്രാഫിക് കിട്ടിയാൽ വിശന്നിരിക്കേണ്ടി വരും. അതുകൂടാതെ ബോർഡറിൽ ഇന്നിപ്പം അമ്മമാർ ആഞ്ഞു പണിയുന്നുണ്ടോ അതോ മടി പിടിച്ചാണോ ഇരിക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. ഫുഡെല്ലാം തീർന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ എന്തായാലും മേടിച്ചുകൊണ്ട് പോവാം. ചിക്കൻ ബർഗർ കാരണം നിങ്ങൾ സ്ക്രീൻ കണ്ടോ. അപ്പം നമുക്ക് കൗണ്ടറിൽ പോയി നമുക്ക് വേണ്ട എന്നാന്ന് പറയാതെ ഇവിടെ തന്നെ ഓർഡർ ചെയ്യാം. നമ്മൾ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു റെസിപ്റ്റ് കിട്ടും. നമ്മുടെ നമ്പർ 948 ആണ്. അപ്പം നമ്മൾ ആ കൗണ്ടറിൽ പോയി നിന്ന് കഴിഞ്ഞാൽ 948 എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ സാധനം മേടിക്കാം. നിങ്ങൾ നോക്കിക്കോണം, ഇപ്പോൾ ഇവിടുത്തെ സമയം 9 മണിയാണ് കേട്ടോ രാത്രിയിൽ. സമ്മറായാലും ഇതാ ഒത്തിരി രാത്രിയായിട്ട് ഏകദേശം 10 മണിയാവും ശരിക്കും ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ കാപ്പിയും ബർഗറും എല്ലാം മേടിച്ചു നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാം. ബോർഡറിലേക്ക് പോയേക്കാം. നമുക്ക് തിരക്കില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. വെള്ളിയാഴ്ച പോയിട്ടാ തിരക്കില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഓഫീസർമാരും കാണില്ല, അതാ പ്രശ്നം. അവരെല്ലാ ബൂത്തും ക്ലോസ് ചെയ്യും. അപ്പോൾ വേണ്ട ഇതാണ് നമ്മൾ മേടിച്ച ബർഗർ കേട്ടോ. മക്വാലിയിൽ പെടുന്ന ബീഫിൻ്റെ ഡബിൾ സ്റ്റാക്ക് ബർഗറാണ്. മറ്റേ സാമ്പത്തിക ഞെരുക്കം എത്രമാത്രം അമേരിക്കനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു ലുക്കില്ലാത്ത തീരെ ചെറിയൊരു ബർഗർ. നേരത്തെയൊക്കെ കുറച്ചുകൂടെ വലിയ ബർഗറായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചായയുടെ കൂടെ കഴിച്ചിട്ട് ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറിനുള്ളിൽ വീടെത്തും. ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സാധനം മതി. എന്നാലും സാധനത്തിൻ്റെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നതിനെ കുറിച്ച് പറയുമായിരുന്നു. യുദ്ധം എങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പലരും ചോദിക്കാറുണ്ടല്ലോ. നീ എൻ്റെ ആനന്ദ നീലാംബരി. നമ്മുടെ ടോള് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുന്നതുകൊണ്ട് അത് ഓൾറെഡി റെഡി ആയിട്ട് തന്നെ നമ്മുടെ റണ്ണിങ്ങിൽ തന്നെ ടോള് പോയി. അതുകൊണ്ട് നേരെ ഇനി നമുക്ക് ബോർഡർ. സാറേ എണീറ്റായിരുന്നോ? സാറേ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കിട്ടില്ല മഴയായിരുന്നു. നല്ല സുഖമല്ലായിരുന്നു കിടന്ന് ഉറങ്ങാൻ. ഞാൻ പറയുന്നത് ശേഷം അങ്ങനെ മഴയൊക്കെ കൊണ്ട് നാട്ടിൽ ഒരു സെറ്റപ്പിൽ കിടന്ന് ഉറങ്ങുന്നതായിരുന്നു. ഇവിടെ ഹോസ്പിറ്റൽസിന്റെ മുകളില് വെള്ളം വീഴുന്ന സൗണ്ട് അല്ലേ. നാട്ടിൽ തകിടിടുമല്ലോ നമ്മള് പുറത്തേക്കൊക്കെ. ഒരു ചെറിയ കാർപോസിന്റെ അങ്ങോട്ടോ ഷീറ്റ് ഇടുന്നത് അതിന്റെ ഒച്ചയൊക്കെ കേട്ട് കിടന്ന് ഉറങ്ങാൻ നല്ല രസമല്ലേ.
ഒടുക്കത്തെ മഴയായിരുന്നു. കുറെ പേര് വട്ടമൊക്കെ ചാടി, നമ്മളിങ്ങനെ വെട്ടിച്ചോണ്ടൊക്കെ പോയി. ഭ്രാന്തന്മാരായിട്ട് കുറെ പേര്. കഞ്ചാവായിരുന്നു തോന്നുന്നു, 2 പേര് വട്ടം ചാടി. അതായത് ഷോൾഡറിന്റെ അവിടെ നിർത്തി കിടക്കണവന്മാര് മെർജ് ചെയ്യുന്നതിന്, ഒരു മര്യാദക്ക് മെർജ് ചെയ്യുന്നതിന് പകരം അങ്ങ് വട്ടം വെക്കും അങ്ങോട്ട്, നല്ല കഠിന മഴയത്ത്. We're coming from Vancouver, Washington. It's gardens. ഇങ്ങനെ വേണം മനുഷ്യന്മാരായ വളവളയെന്ന് പറഞ്ഞ കാര്യങ്ങൾ. നമ്മളാരെയും കക്കാനം പിടിച്ചു പൊഴിക്കറിയാം, കക്കാനം പിടിച്ചു പറിക്കാനൊന്നും പോയതല്ലല്ലോ. വീട്ടിലെത്തി 2 അടിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റ്. അങ്ങനെ ഫൈനലി നമ്മൾ യാർഡിൽ വണ്ടി എത്തിച്ചിരിക്കുകയാണ്. മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ നിന്നിട്ടേ ഇല്ല. നമ്മളെ വൈപ്പർ പഴുത്ത് കാണും. അപ്പോൾ വണ്ടി നമുക്ക് ഓഫാക്കുമ്പോൾ വേണം വൈപ്പറിനൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓർക്കുന്ന പോലെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. എനിക്ക് 742 096 എന്തായാലും ഒരു വിധത്തിൽ യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് യാർഡിലെത്തി, വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ഒരു വീഡിയോ കൂടെ നമ്മൾ കൊണ്ടുവരുന്ന വിശേഷങ്ങൾ. പുതിയ എക്സൈറ്റിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ അല്ലേ. Bye.